ഉപകരണങ്ങളോടെ അൽത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. നിനക്ക് കണ്ണ് തന്നവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, നിനക്ക് കാത് തന്നവൻ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം, നിനക്ക് ഹൃദയം തന്നവൻ നിന്റെ ഹൃദയത്തിൻ്റെ ഇടുപ്പുകൾ പോലും അറിയുന്ന നിമിഷം. ഇതാ നിന്റെ ഹൃദയമിടിപ്പുകൾ അറിയുന്ന തമ്പുരാന്റെ മുമ്പിൽ ഹൃദയത്തിൻ്റെ ഭാരം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. നിന്റെ മനസ്സിൻ്റെ സങ്കടങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. നിന്റെ മനോവേദനകളും ദുഃഖങ്ങളും ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ തുറന്ന് യാചനാപൂർവം പിടിക്കാം. ഈ നിമിഷം ഈ ആരാധനയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ മക്കളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാം. ഈ നിമിഷങ്ങൾ പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിട്ട് മാറട്ടെ. ദൈവത്തെ കേൾക്കുന്ന നിമിഷമായിട്ട് ഇത് മാറട്ടെ. ഈ കഴിഞ്ഞ നാളുകളിലും ദിവസങ്ങളിലും ഈ മണിക്കൂറിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുന്നുണ്ടല്ലോ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടല്ലോ. ഒത്തിരി കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടാൻ, ഒരു ദൈവാലോചന കിട്ടാൻ ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടല്ലോ. പല കണ്ണുനീരിന്റെ വിഷയങ്ങളും തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ഇറക്കി വെച്ചില്ലേ. ഇനി ഈ ദിവസം, ഈ നിമിഷങ്ങൾ നീ വേറൊന്നും സമർപ്പിക്കണ്ട. തമ്പുരാൻ നിന്നോട് പറയുന്നത് എന്തെന്ന് ഒന്ന് കാത് തുറന്നൊന്ന് കേട്ടെ, ഹൃദയം തുറന്നൊന്ന് കേട്ടെ. ദൈവത്തിന് എന്തൊക്കെയോ പറയാനുണ്ടല്ലോ. നമ്മളിങ്ങനെ പറഞ്ഞു പോയാ അല്ലേ, നമ്മുടെ രണ്ടുപേര് നീ നിന്റെ ഉറ്റ സുഹൃത്തുമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ നീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും, ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ. നിന്റെ കൂട്ടുകാരൻ എന്തോ പറയണമെന്നുണ്ട്, നിന്റെ കൂട്ടുകാരൻ എന്തോ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ഒരല്പം സമയം പോലും കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെ നിന്റെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരന് നിന്നോട് സംസാരിക്കാൻ പറ്റും? നമ്മൾ നിരന്തരം ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, എനിക്കതില്ല, എനിക്കിതില്ല, എൻ്റെ ആ കാര്യം ശരിയാകുന്നില്ല, ഈ കാര്യം ശരിയാകുന്നില്ല, അത് നടത്തി തരണേ, ഇത് ശരിയാക്കി തരണേ, ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമല്ലേ. മോനെ, ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവോ? തമ്പുരാൻ പറയുന്നൊന്ന് കേട്ടെ. ദൈവത്തിനുണ്ടല്ലോ പറയാൻ. ദൈവം എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ സ്വന്തം പുത്രനിലൂടെ, യേശുവിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയത്. അപ്പോ സ്വർഗം നിരന്തരം സംസാരിക്കുന്നുണ്ട്. സമയത്തിന്റെ തികവിൽ സ്വന്തം പുത്രനിലൂടെ സംസാരിച്ചു. ഇതാ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിലൂടെ അതേ ദൈവം സംസാരിക്കുന്നുണ്ട്. ഏതാനും നിമിഷം ഹൃദയത്തിന്റെ ശാന്തതയിൽ നിന്റെ കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ചോ, കണ്ണുകൾ അടച്ചോ തുറന്നോ ഒക്കെ പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ തമ്പുരാന്റെ അടുത്ത് പറഞ്ഞിട്ട് തമ്പുരാൻ പറയുന്ന എന്താണെന്നും കൂടി ഒന്ന് കേട്ടെ. ദൈവത്തിന്റെ സ്വരം എന്താണെന്നും കൂടി ഒന്ന് കേട്ടെ. ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന കൂടി ഒന്ന് ശ്രമിച്ചേ. ഹൃദയം കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ആ സ്തുതിയുടെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സ്വരം മാത്രം കേൾക്കുക. ലോകത്തിൻ്റെ സ്വരം കേൾക്കണ്ട, മറ്റാരെയും മറ്റൊന്നും ശ്രദ്ധിക്കണ്ട. ദൈവം നിന്നോട് സംസാരിക്കുന്ന നിമിഷമായിട്ട് ഈ നിമിഷങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ? സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ
നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ? യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ? സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദി ചൊല്ലാൻ എന്തു ചെയ്യും ഞാൻ? മനസ്സുഖമെങ്ങു പോയി എനിക്കില്ല ശാന്തി തെല്ലും, നിമിഷസുഖം നുകരാൻ കരളിനു ദാഹമെന്നും, സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ. പകയുടെ തീക്കനലായി മുറിവുകളേറി എന്നിൽ ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ? യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ? സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ? കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവം പിടിച്ച് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യുന്ന സമയമാണ്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ജീവിതങ്ങളെയാണ് ദൈവത്തിൻ്റെ സ്നേഹം വലയം ചെയ്യുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്ന വചനം പറയും. അതായത് കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നു. കർത്താവിൻ്റെ സ്വരം കേട്ട് ജീവിക്കുന്ന ജീവിതങ്ങളെയാണ് ദൈവത്തിൻ്റെ സ്നേഹം വലയം ചെയ്യുന്നത്. ഈ നിമിഷങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെ ശ്രവിക്കുകയായിരുന്നു. ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് നമ്മൾ കേൾക്കുകയായിരുന്നു. ദൈവം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വൈകിക്കുമെന്നല്ലേ പറഞ്ഞത്? ഉപരിനന്മയ്ക്കാണ്. ലാസറിന്റെ മരണത്തിന് ശേഷം കർത്താവ് കല്ലറയുടെ അടുത്ത് വന്നത് യേശു മരണത്തിൻ്റെ മേലും അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്താൻ, ഉപരിനന്മയ്ക്ക് വേണ്ടിയിട്ട്. ചിലതിനോടൊക്കെ കർത്താവ് നോ പറയും. നമുക്ക് നമ്മുടെ ഭാവിയിൽ നന്മയായിട്ടുള്ളതല്ല എന്ന് നമ്മുടെ ഭാവി അറിയുന്ന ദൈവം കണ്ടതുകൊണ്ടാണ്. ചിലതൊക്കെ കർത്താവ് അപ്പോൾ തന്നെ ഉത്തരം തരും. യെസ്, നമുക്ക് നന്മയായിട്ടുള്ളത് ദൈവം തരും. ദൈവത്തിൻ്റെ സമയത്തെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കും. കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ. ഇവിടെ സ്വകാര്യ ദുഃഖങ്ങളെ നീ ഏറ്റെടുക്കണമേ. ഇവിടെ കണ്ണുനീർ കണങ്ങൾ നീ കുപ്പയിൽ ശേഖരിക്കണമേ. കരങ്ങൾ തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തെ ഈശോ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്
കർത്താവിൻ്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ